മുട്ടുവേദന, നടുവേദന, കാലുവേദന, കാൽപാദം വേദന, ഷോൾഡർ പെയിൻ, കഴുത്ത് വേദന, ഇതൊക്കെ നമ്മുടെ ഇടയിൽ സാധാരണമാണ്. പ്രത്യേകിച്ച് സീനിയേഴ്സിന് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ എന്ന് പറയുന്നത് കേൾക്കാം. എൻ്റെ അമ്മ ഉൾപ്പെടെ, അമ്മയ്ക്ക് 82 വയസ്സായി. പക്ഷെ അമ്മ ഒട്ടും തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കൂല. അപ്പോൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. അത്തരത്തിലുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന എക്സസൈസുകൾ ഉണ്ടാകാം, പക്ഷേ അത് ട്രൈ ചെയ്താൽ അത് ചെയ്യാൻ സാധിക്കും. പിന്നെ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് മറ്റൊരു എക്സസൈസ് ചെയ്യുക, ഈസി ആയിട്ടുള്ളത്. എന്തായാലും എക്സസൈസ് ചെയ്തേ മതിയാകൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അടുത്തിടെ ഓപ്പറേഷനൊക്കെ, കാലിൻ്റെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞവർ, അല്ലെങ്കിൽ നടുവിന് അല്ലെങ്കിൽ ഷോൾഡറിനൊക്കെ മറ്റ് ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചെയറിലോ ബെഡിലോ ഇരിക്കുക. നിലത്ത് ഒന്നുകിൽ മാറ്റ് ഇടുക, ഷൂ ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി കാൽ വിരലുകൾ അമർത്തി ഉപ്പൂറ്റി ഉയർത്തുക. 30 സെക്കൻഡ് വരെ ചെയ്യാം. ഇനി ഉപ്പൂറ്റിയും വിരലുകളും ഒരേപോലെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക. ഇനി 2 കാലുകളുടെയും വിരലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയും അകറ്റി വയ്ക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഹീൽസ് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുകയും അകറ്റി വയ്ക്കുകയും ചെയ്യുക. ഇത് മുട്ടിന് താഴെയുള്ള പേശികൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് തരുന്ന എക്സസൈസാണ്. വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. നെക്സ്റ്റ് മാർച്ചിങ്. ഇരുന്നു കൊണ്ട് തന്നെ മാർച്ച് ചെയ്യാം. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ചെയറിൽ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാലുകളിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ഷോൾഡറിനും നല്ല ഒരു എക്സസൈസാണിത്. നമ്മുടെ കാൽ മാത്രം അനങ്ങിയാൽ പോരല്ലോ, ഷോൾഡറിനും എക്സസൈസ് കൊടുക്കണം. ശ്വാസം എടുത്ത് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം വിടുക. എത്ര വലുതായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ഇനി കൈകൾ മുന്നിലേക്ക് നീട്ടുക, ബാക്കിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഷോൾഡറിൻ്റെ എക്സസൈസാണ് ഈ ചിക്കൻ വിങ്സ്. കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് കൊണ്ടുവരിക. അതുപോലെ കൈകൾ മുകളിലേക്ക് പോകട്ടെ, താഴേക്ക് കൊണ്ടുവരിക. 3, 2, 1. നെക്സ്റ്റ് കൈകൾ രണ്ടും വീശിയെടുക്കുക. കൈകൾ നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യണം. ഇനി വലത് കാൽ മുന്നോട്ട് നീട്ടിക്ക്. കാല് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. മുട്ടിന് നല്ലൊരു എക്സസൈസാണിത്. ഇനി മുൻഭാഗം താഴേക്കും മുകളിലേക്കും കൊണ്ടുപോവുക. കാൽപാദത്തിന് നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതുപോലെ ഇടത് കാലും. ഇത് ദീർഘനേരം ഇരിക്കുന്നത് മൂലമുള്ള കാലിൻ്റെ മരവിപ്പും കാഠിന്യവും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ബാലൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു എക്സസൈസും കൂടിയാണ്. ലെഗ് റൈസ്. വലത് കാൽ നീട്ടിപ്പിടിക്കുകയും താഴോട്ട് കൊണ്ടുവരികയും ചെയ്യുക. അതുപോലെ ഇടത് കാൽ. തുടയ്ക്കും മുട്ടിനുമൊക്കെ നല്ലൊരു എക്സസൈസാണിത്. വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ എപ്പോഴും ചെയ്യാവുന്നതാണ്. കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഷോൾഡർ ലെവലിരിക്കട്ടെ കൈ. താഴേക്കും മുകളിലേക്കും കൊണ്ടുപോവുക. ഇനി റൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. എത്ര സമയം ചെയ്യാൻ പറ്റും അത്രയും സമയം ചെയ്യുക. കൈകൾ മുകളിലേക്കും താഴേക്കും. കൈകളൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് നോക്കിക്കേ. ഒരാഴ്ച 2 നേരം ഇത് ചെയ്താൽ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. രാവിലെയും വൈകിട്ടും 20 മുതൽ 30 പ്രാവശ്യം വരെ ചെയ്യുക. ഇനി
രണ്ട് കാലുകളും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറ്റി വയ്ക്കുക. കൈകൾ കൊണ്ട് ചെയറിൽ പിടിച്ചിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. 5 4 3 2 1. റിലാക്സ്. കാലുകൾ വെറുതെ വീശുക. വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇതുപോലെ കുറച്ചു നേരം ചെയ്യുമ്പോൾ കാലിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ കാലിനെ റിലാക്സ് ചെയ്യാം. ഇത് വെറുതെ ഇരിക്കുമ്പോഴും ചെയ്യാം. ടി വി ഒക്കെ കാണാനിരിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കും. എവിടെയായാലും കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് എക്സസൈസ്, കാലിൻ്റെ വിരലുകൾ അമർത്തിക്കൊണ്ട് കാൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഈ ഒരു എക്സസൈസും അങ്ങനെയാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നതാണ്. കാലിലെ മരവിപ്പ് മാറ്റാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കാലിന് ഭയങ്കരമായിട്ട് മരവിപ്പും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അത്തരക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണിതൊക്കെ. ചെയറിലോ ബെഡിലോ ഇരുന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. നെക്സ്റ്റ് എക്സസൈസ്, കാലുകൾ ഉയർത്തി താഴ്ത്തി വയ്ക്കുക. ഉയർത്തിയിട്ട് 2-3 സെക്കൻഡ് അതേ പൊസിഷനിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. 3 2 1 3 2 1 3 2 1 3 2 1 3 2 1 3 2 1 3 2 1 3 2 1 3 2 1 3 2 1. റിലാക്സ്. ഷോൾഡർ എക്സസൈസാണ്. രണ്ട് കൈകളും മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോവുക. 5 4 3 2 1. റിലാക്സ്. നെക്സ്റ്റ് സൈഡ് പഞ്ച്. കുറച്ച് ശക്തിയോടെ ഒന്ന് ഹിറ്റ് ചെയ്ത് 8 7 6 5 4 3 2 1. റിലാക്സ്. കൈകൾ മുകളിലേക്ക് ഉയർത്തുക, താഴേക്ക് കൊണ്ടുവരിക. നന്നായിട്ട് ഷോൾഡർ പൊങ്ങി വരട്ടെ. 1 2 3 4 5 6 7 8. റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ്, വലത് കൈ ഉയർത്തി മുകളിലോട്ട് പുഷ് ചെയ്യുക. നന്നായിട്ട് പുഷ് ചെയ്യണം. ഓക്കെ. 1 2 3 4 5. നെക്സ്റ്റ് ഹാൻഡ്. ആദ്യം കൈ ഇങ്ങനെ ഉയർത്താനും താഴ്ത്താനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും നമ്മളൊന്ന് പുഷ് ചെയ്ത് നോക്കണം. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുക. പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് 3 പ്രാവശ്യം ചെയ്യുക. വീണ്ടും ചെയ്യുമ്പോൾ അത് 4 ആക്കി കൂട്ടുക. അങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം. ഇനി കൈകൾ ഒരേ ലെവലിൽ ഫ്ലാറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുക. ഫ്ലൈ ചെയ്യുന്ന പോലെ. ഷോൾഡർ പെയിൻ അകറ്റാനൊക്കെ ഏറ്റവും നല്ലൊരു എക്സസൈസാണിത്. ദെൻ റിലാക്സ്. ഇനി കുറച്ച് കാലുകളുടെ എക്സസൈസ് കൂടെ ചെയ്യാം. വലത് കാൽ മുന്നോട്ട് നീക്കിക്ക്. ഇനി ടോസ് മുകളിലും താഴോട്ടും 5 പ്രാവശ്യം ചെയ്യാം. അല്ല, ഇനി ഫാമിലിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും
കാല് ഇതുപോലെ ചെയ്താൽ നല്ല ഒരു സുഖം കിട്ടും കാലിന്. നമ്മൾ അനക്കാതിരിക്കുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ ഈ കാലിൻ്റെ കുഴയ്ക്ക് നല്ല ഒരു എക്സസൈസ് കിട്ടും. ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്യാം, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതും 5-10 പ്രാവശ്യം ചെയ്യാം. ഇതും വെറുതെ ഇരിക്കുന്ന സമയത്തും ടി വി കാണുന്ന സമയത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടായിട്ട് കാലിൻ്റെ വേദനയും തരിപ്പും കഴപ്പും ഒക്കെ മാറും. ഇനി 2 കാലും നിവർത്തി ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് പിടിച്ച് 1 2 3 കൈകൾ കൊണ്ട് ചേറിൽ പിടിച്ച് ഇരിക്കുക, സുരക്ഷിതമായിട്ടിരിക്കുക. കാലുകൾ ഉയർത്തി ഹോൾഡ് ചെയ്യുക. 3 2 1 again 3 2 1 3 2 1 റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ് കഴുത്തിൻ്റെയാണ്. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാം 3 പ്രാവശ്യം. ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ കഴുത്തിന് നല്ല ഒരു എക്സസൈസ് കൊടുക്കണം. 1 2 3 റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് 3 ടൈംസ്, ആൻറ്റി ക്ലോക്ക് വൈസ് 3 ടൈംസ്. കഴുത്തിൻ്റെ റൊട്ടേഷൻ ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം ടി വി കണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിക്കൊക്കെ അരിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മീൻ കട്ട് ചെയ്തതിന് ശേഷമോ ഒക്കെ നമ്മുടെ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസ്. വലത് കൈ ഉയർത്തി ഇടതുവശത്തേക്ക് ചരിയുക. ഇടത് കൈ ഉയർത്തി വലതുവശത്തേക്ക് ചരിയുക. സൈഡിലൊക്കെ നല്ല ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പർ ബോഡി സ്ട്രെച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. 3 ടൈംസോ 5 ടൈംസോ ചെയ്യാം. ഓക്കെ, ഗുഡ്. ലാസ്റ്റ് ബ്രീത്ത്. മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ വിടുക. ഇൻ ഔട്ട്. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച് ഔട്ട്. ഇനി ഒരു 5 നിമിഷം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ വിടുക. ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ദെൻ റിലാക്സ്. അപ്പോൾ ഈ കാണിച്ച എക്സസൈസുകൾ സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക. കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സസൈസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടായിരിക്കും ആദ്യം എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.